ചാർലസിനോട് ചോദിക്കണോ അതോ വേണ്ടയോ? ചോദിച്ചാ തെറ്റിദ്ധരിക്കൂ? ശരി, എന്തായാലും ചോദിക്കാം. ചാർലസ്, വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ബോറടിക്കുന്നു. എവിടെയെങ്കിലും എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോവോ പ്ലീസ്? വിത്ത് പ്ലഷർ. ഒരു മിനിറ്റ്, ഞാനും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, എനിക്കൊന്ന് പുറത്തു പോയാൽ കൊള്ളാന്നുണ്ട്. ഞാനും നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിചാരിച്ചിരുന്നതാ. ഇപ്പോ നീ തന്നെ ചോദിച്ചു. ഓക്കെ, വാ പോവാം. മനസ്സ് മയങ്ങും ഗീതം. ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം മറ്റൊരു പ്രേമം എൻ്റെ ഉള്ളിൽ തുടങ്ങിയിരിക്കുക. ഇത് ശരിയോ തെറ്റോ? ലവ് ഒരിക്കൽ മാത്രമേ വരൂന്നല്ലേ പറയാ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഉള്ളിൽ തോന്നുന്നതിന് എന്താ പറയാ? ഈ അവസ്ഥയുടെ അർത്ഥം എന്താന്ന് മനസ്സിലാവുന്നില്ല.
ജീവിതത്തെ തീരുമാനിക്കുന്നത് മനസ്സാണോ സാഹചര്യമാണോ? പുതിയ പ്രണയം, പുതിയ ലവ്, പുതിയ ജീവിതം, പുതിയ പുതിയ ആഗ്രഹങ്ങൾ. മനസ്സെന്നോട് ജീവിക്കാൻ പറയുന്നു. പക്ഷേ എന്തോ ഒന്നിനെ തടയുന്നു. അതെന്താണ്? അതൊന്നും വലിയ പ്രശ്നമേ അല്ല സാർ. സാർ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം സാർ. അവൻ്റെ പ്രശ്നമല്ലേ, അവൻ്റെ പ്രശ്നം ഞാൻ ഏറ്റു. സാർ ചുമ്മാ ടെൻഷൻ അടിക്കാതെ തന്നെ. ആ, സാർ എന്തായാലും ആദ്യം കൊടുത്തു നോക്ക്. അവൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അവനോട് സംസാരിച്ച് എല്ലാ കാര്യം തീർത്തു തരാന്നേ. നമസ്കാരം സാർ. ആ, പോയ കാര്യം എന്തായി? സാർ, ഞാൻ അന്വേഷിച്ചതനുസരിച്ച് ആ മില്ലിൻ്റെ ഉടമയ്ക്ക് ഈ കേസ് സംബന്ധമായ ഒരു ബന്ധമില്ല സാർ. ആ 4 പിള്ളേരും പ്രേമിക്കുകയായിരുന്നു. അവരുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ള ആൾക്കാരെയും അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ്. മില്ല് ഓണറിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, ഓക്കെ. അതൊക്കെ പോട്ടെ. താനെന്തിനാ ആവശ്യമില്ലാതെ സെൻഡ് ചെയ്യാവുന്നേ? സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് സാർ. ആ പിള്ളേർ 4 പേരും ലവ് ചെയ്യായിരുന്നു. പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ അവർ വീട് വിട്ടിറങ്ങി. അത് ശരി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതെ സാർ. അവരിപ്പോൾ എവിടെയാണെന്ന് ഒരു വിവരമില്ല സാർ. 4 പേരും കൂടി നാട് വിട്ടു. എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് ഒരു വിവരമില്ല. അവരെ കഥ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നുക. സാർ, അവരിവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അത് ശരി തന്നെയാണ്. അവർ ഈ സിറ്റി തന്നെ ഉണ്ടാവണം. സാർ, കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം സാർ. ഇതിനു വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന്